ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ഫാമിലി. അപ്പോൾ നമുക്കൊരു മുതുക്ക് പൈനാപ്പിൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഇന്നൊരു സാധനം സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇന്നലെ നമുക്ക് 2 കിട്ടിയിരുന്നു. ഒരെണ്ണം ഞങ്ങൾ കഴിച്ചു. അപ്പോൾ ബാക്കി ഒരെണ്ണം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു കേസർ ബദാം പൈനാപ്പിൾ ജ്യൂസ് ചെയ്താലോ. എൻ്റെ സ്വന്തം റെസിപ്പിയാണ്. ഈ ചൂട് സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയൊരു അടിപൊളി ഐറ്റമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ പൈനാപ്പിൾ കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് കുറച്ച് ഡെക്കറേഷനൊക്കെ ചെയ്ത് സെറ്റ് ചെയ്യാം. അപ്പം കുറച്ച് ക്വാണ്ടിറ്റിയിലേ എടുക്കണുള്ളൂ, കാരണം ഞങ്ങൾ മാത്രമുള്ളല്ലോ. അപ്പോൾ നമുക്ക് കുറച്ച് വേഗത്തിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ നോക്കാം. അങ്ങനെ പൈനാപ്പിൾ നല്ല വൃത്തിക്ക് ആ മുള്ളെല്ലാം വൃത്തിക്ക് കളഞ്ഞ് കട്ട് ചെയ്ത് നീറ്റാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ പുറത്തെ അതെല്ലാം കളഞ്ഞ് കഴിയുമ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ മുള്ളുകളുണ്ടാവുമല്ലോ, അതും നമ്മൾ കട്ട് ചെയ്ത് കളയണം. അങ്ങനെ അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് നീറ്റാക്കി എടുത്ത ശേഷം ഇനി നമ്മളിത് കട്ട് ചെയ്യാൻ പോവാം. ഇതിനകത്തൊരു കൂമ്പ് പോലത്തെ സാധനം ഉണ്ടല്ലോ, അത് നമ്മൾ കളയണമെന്നില്ല. നമുക്ക് കടിച്ച് തിന്നാനും നല്ലതാണ്. എങ്ങനെ വേണേലും എന്ത് വേണമെങ്കിലും ചെയ്യാം. അത് വേണമെങ്കിൽ നമുക്ക് മുളകും ഉപ്പും കൂട്ടി തിന്നാനും അതും അടിപൊളി സാധനമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്നലെ കിട്ടിയത് ഞങ്ങൾ ഉപ്പും മുളകും കൂട്ടി കഴിച്ചു. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു ജ്യൂസ് അങ്ങ് ചെയ്തേക്കാം. അങ്ങനെ നടുക്കൂടെ നമ്മൾ കട്ട് ചെയ്തു. ഇനി ഷേപ്പിൻ്റെ കാര്യം ഏത് രീതിയിൽ വേണേലും കട്ട് ചെയ്യാം. മിക്സിയിലിട്ടടിക്കാനുള്ളതല്ലേ. അപ്പോൾ അങ്ങനെ ചെറുതെന്നോ വലുതെന്നോ ഒന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കിഷ്ടമുള്ള പോലെ അടിച്ചെടുക്കാം. ഓക്കെ, അങ്ങനെ എല്ലാം ആ കൂണൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയ ശേഷം ഞാൻ ഈ ഒരു മീഡിയം ലെവലിൽ കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 4-5 ഐസ് ക്യൂബ് വേണേൽ ചേർക്കാം. അപ്പോൾ ഞാനൊരു 4-5 ഐസ് ക്യൂബ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ചതച്ച് വെച്ചിരിക്കുന്ന ഒരു കുഞ്ഞ് ഏലക്കായ എടുത്തിട്ടുണ്ട്. ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചി നമുക്ക് വേണമെങ്കിൽ ഇടാം. അത് ഓരോരുത്തരുടെ ഫ്ലേവർ അനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ച്. മിൻറ്റിൻ്റെ ലീഫ് കിട്ടിയാൽ അതും നല്ലത്. അപ്പോൾ ഞാൻ ഇതെല്ലാം ഇതിനകത്ത് ആഡ് ചെയ്ത ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ ഇടാം, പൈനാപ്പിളിൻ്റെ മധുരത്തിനനുസരിച്ച് ഇടാം. ഞാനിവിടെ പഞ്ചസാര ചേർത്തിട്ടില്ല, എനിക്ക് നന്ദുമയ്ക്ക് മാത്രമേ ഞാൻ പഞ്ചസാര ഇട്ടിട്ടുള്ളൂ. അങ്ങനെ അടിപൊളിയാക്കി ഈ ഒരു കളർ ഈ ഒരു ക്വാണ്ടിറ്റിയിൽ നമുക്ക് കിട്ടും. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് എന്തായാലും നമ്മൾ കുടിക്കണമല്ലേ, കുടിക്കുന്ന വഴി കടിക്കാൻ കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ട് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നവരാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.